നമുക്കിന്നൊരു സ്പൈസി വെജ് ബ്രെഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു പാനിലിട്ട് വേവിച്ചെടുക്കുക. കുക്കർ യൂസ് ചെയ്യുന്നില്ല. കുക്കർ യൂസ് ചെയ്താൽ അത് ഒരുപാട് വെന്ത് പോകും. ചിലപ്പോൾ അത് ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല. ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ച് എടുക്കാനുള്ള രീതിയിൽ മാത്രം വെന്താൽ മതി. അതിനുശേഷം അത് ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ നല്ല ഈസിയാണ്. കണ്ടില്ലേ? ഇതുപോലെ നമ്മുടെ എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ പീസും തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കുക. ബ്രെഡ് വാങ്ങിയാൽ എങ്ങനെയാണെങ്കിലും അത് കുറച്ച് പീസെങ്കിലും നമ്മൾ ഡേറ്റ് കളഞ്ഞെടുത്ത് കളയാറുണ്ട്. ഇനി അങ്ങനെ ഒരു അവസ്ഥ വരരുത്. കുട്ടികൾക്ക് എന്നും ബ്രെഡും ഓംലെറ്റ് കൊടുത്ത് അവരെ വെറുതെ മടുപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള മിനിമം സാധനങ്ങൾ വെച്ച് നമുക്ക് ഇങ്ങനൊരു ബ്രെഡ് വെജ് മസാല ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വയ്ക്കുക. അതിനുശേഷം നല്ലൊരു പാൻ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം, കുറച്ച് കടുകും പൊട്ടിച്ച് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. അതൊരു 1/2 ടീസ്പൂൺ വെച്ച് ആഡ് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് പച്ചമുളക്, കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് സവാള, ഞാനൊരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ, ക്യാരറ്റും ക്യാബേജുമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് ആഡ് ചെയ്യാം, കോളിഫ്ലവർ ആഡ് ചെയ്യാം, പനീർ ആഡ് ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതൊക്കെ ആഡ് ചെയ്യാം. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കുക. അതിനുശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്, കുരുമുളക് പൊടി, വെജിറ്റബിൾ മസാല എന്നിവ ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പൊട്ടറ്റോ കൂട്ടുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്യുക. വെള്ളം മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് നാരങ്ങാനീര് അതിനകത്തേക്ക് ഒഴിക്കുക. നാരങ്ങാനീര് ഒരു ചെറിയ പുളിപ്പും നല്ലൊരു സ്വാദും തരും. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്ത് വയ്ക്കുക. നന്നായി അമർത്തി ഫില്ല് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് മുട്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് മുട്ട ചിക്കി പൊരിച്ചിടാവുന്നതാണ്. പിന്നെ ചിക്കൻ വേണമെങ്കിൽ ഇടാം. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പച്ചക്കറികൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നന്നായി ബ്രെഡിൻ്റെ ഒരു സൈഡിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ദോശ കല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയുള്ള എന്തെങ്കിലും നോൺ സ്റ്റിക്ക് പാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. അതിനകത്തേക്ക് നമ്മൾ മസാല പുരട്ടിയ ഭാഗം കമഴ്ത്തി വയ്ക്കുക. ഈ ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്യണേ. നെയ്യ് ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ ബ്രെഡ് സ്ലൈസസ് മസാലയുള്ള ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ അത് വയ്ക്കുക. അതിനുശേഷം അതൊന്ന് ചൂടായി വന്നാൽ നെയ്യൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം അത് മറച്ചിടുക. ഇതൊരുപാട് വേവേണ്ട കാര്യമില്ല, എല്ലാം വെന്തതാണല്ലോ. ബ്രെഡാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം വെന്തതാണ്. അതുകൊണ്ട് ഒരുപാട് വേവേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് അടിപൊളി ഒരു ബ്രെഡ് മസാല ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്